ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒരു ഡിവൈസാണ് വാട്ടർ പ്യൂരിഫയർ. വേനൽക്കാലം ആയിക്കോട്ടെ, മഴക്കാലം ആയിക്കോട്ടെ, ഇതൊരെണ്ണം വീട്ടിലുള്ളത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഒരുപാട് പേര് വെള്ളത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ടാകും. കിണറിൽ വെള്ളം കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റ്, കളർ, സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വാട്ടർ പ്യൂരിഫയർ വീടുകളിൽ അത്യാവശ്യമാണ്, വലിയൊരു ഉപകാരമാണ്. എന്നാൽ വാട്ടർ പ്യൂരിഫയർ പലതരത്തിലുണ്ട്. RO വാട്ടർ പ്യൂരിഫയർ, UV വാട്ടർ പ്യൂരിഫയർ, UF വാട്ടർ പ്യൂരിഫയർ, ഗ്രാവിറ്റി വാട്ടർ പ്യൂരിഫയർ, കോപ്പർ ആൽക്കലൈൻ RO വാട്ടർ പ്യൂരിഫയർ. പിന്നെ ഇതൊന്നും കൂടാതെ RO, UV, UF, TDS കൺട്രോളർ എന്നിങ്ങനെയുള്ള മൾട്ടി സ്റ്റേജ് വാട്ടർ പ്യൂരിഫയറും നമുക്ക് ലഭ്യമാണ്. സോ നിങ്ങളുടെ ലഭ്യമായ വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കി, അതായത് നിങ്ങളുടെ വീട്ടിൽ കിണറാണോ, കുഴൽ കിണറാണോ, അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ ആണോ എന്നൊക്കെ നോക്കി വേണം ഒരു വാട്ടർ പ്യൂരിഫയർ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പ്യൂരിഫയർ നിങ്ങൾ വാങ്ങുക. അതായത് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു UV വാട്ടർ ഫിൽട്ടർ UV ലൈറ്റ് ഉപയോഗിച്ച്, അതായത് അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് വെള്ളത്തിലെ ജേംസിനെയും ബാക്ടീരിയനെയും വൈറസിനെയും പിന്നെ അതുപോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും ഇല്ലാതാക്കി വെള്ളം ശുദ്ധീകരിക്കുന്നു. എന്നാൽ ഒരു UV വാട്ടർ ഫിൽട്ടർ വെള്ളത്തിലെ TDS, അതായത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അല്ലെങ്കിൽ കെമിക്കൽസിനെ ഇവയൊന്നും നീക്കം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗ്രാവിറ്റി ബേസ്ഡ് വാട്ടർ ഫിൽട്ടറുകൾ ഹെവി മെറ്റൽസിനെയും TDSനെയും റിമൂവ് ചെയ്യുന്നില്ല. എന്നാൽ ബാക്ടീരിയ, വൈറസ്, വെള്ളത്തിൻ്റെ സ്മെൽ എന്നിവയൊക്കെ നീക്കം ചെയ്യുന്നു. സോ എപ്പോഴും നിങ്ങളുടെ വെള്ളം ചെക്ക് ചെയ്ത്, അതായത് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്, TDS, ബാക്ടീരിയ ലെവൽ, വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടി നോക്കി പ്യൂരിഫയർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഓൾറൗണ്ടർ പ്യൂരിഫയർ വാങ്ങുക. എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് RO വാട്ടർ പ്യൂരിഫയർ ആയിരിക്കും. നിങ്ങൾ താമസിക്കുന്നത് ഒരു അർബൻ ഏരിയയിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു RO വാട്ടർ പ്യൂരിഫയറിനെ പറ്റി കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടാകും. RO മീൻസ് റിവേഴ്സ് ഓസ്മോസിസ് വാട്ടർ പ്യൂരിഫയർ. ശരിക്കും ഇതിൻ്റെ ഉപയോഗവും മെയിൻ്റെനൻസും എളുപ്പമാണ്. എന്നാൽ പലർക്കും അത് അറിയില്ല എന്ന് മാത്രം. ഈ കാണുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ RO ഫിൽട്ടറാണ്. ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയാൽ തന്നെ ഏതൊരു വ്യക്തിക്കും, ഈവൻ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ഇത് സ്വയം സർവീസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈനിൽ നിന്നും നിങ്ങളുടെ വാട്ടർ ഫിൽറ്ററിൻ്റെ മോഡൽ നോക്കി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടൈപ്പ് RO ഫിൽട്ടർ കിറ്റ് വാങ്ങി സ്വയം ഇൻസ്റ്റാൾ ആക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പോണൻസ് സ്വയം മാറ്റാൻ സാധിക്കും. സോ നമുക്ക് അത് നോക്കാം. സോ ഇതാണ് നേരത്തെ കാണിച്ച വാട്ടർ പ്യൂരിഫയറിൻ്റെ ഉൾഭാഗം. ഇതിൽ 4 സിലിണ്ടറിക്കൽ ടൈപ്പ് ട്യൂബ് കണ്ടില്ലേ, അതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്ന സാധനം. പിന്നെ അതിൻ്റെ കൂടെ ഒരു SMPSും. പിന്നെ ഈ കാണുന്നത് ഒരു പ്രീ ഫിൽറ്ററാണ്. അതായത് ഇതാണ് നമ്മൾ ടാപ്പിലേക്ക് ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ കോമ്പോണൻസിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ RO വാട്ടർ ഫിൽറ്ററിന് ഒരു പവർ സപ്ലൈ നിർബന്ധമാണ്. അതിനാണ് ഈ ഒരു SMPS യൂണിറ്റ് തന്നിരിക്കുന്നത്. ഇത് മോട്ടോർ പ്രവർത്തിപ്പിക്കാനും സോളിനോയിഡ് വാൽവ് പ്രവർത്തിപ്പിക്കാനും ഒക്കെയാണ്. ഈ കാണുന്നതാണ് ബൂസ്റ്റർ പമ്പ്. ഇത് ബേസിക്കലി ഒരു മോട്ടറാണ്. ഇത് ബൂസ്റ്റർ പമ്പ്. ഇത് ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. പിന്നെ ആ കാണുന്ന സാധനമാണ് സോളിനോയിഡ് വാൽവ്. ടാങ്കിൽ വെള്ളം നിറഞ്ഞ് പോവാതിരിക്കാൻ ഫ്ലോട്ട് സ്വിച്ച് വർക്കാവുകയും അത് നമ്മുടെ ഈ സോളിനോയിഡ് വാൽവിനെ കൺട്രോൾ ചെയ്യുകയും അങ്ങനെ പമ്പിങ് നിർത്തുകയും ചെയ്യുന്നു. ഇതാണ് ഫ്ലോട്ട് സ്വിച്ച്. ടാങ്കിൻ്റെ അപ്പുറത്ത് ഒരു ഫ്ലോട്ടും ഉണ്ടാവും. അങ്ങനെയാണ് വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പോവാതിരിക്കുന്നത്. സോ ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഊരിയ സിലിണ്ടറാണ് അതായത് ഈ കാണുന്ന സിലിണ്ടറാണ് RO മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ തന്നെ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കോലം നിങ്ങൾ കാണുന്നില്ലേ, കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്ത് നിറയെ ചെളി കെട്ടി കിടക്കും. ഇതൊക്കെ ക്ലീൻ ആക്കേണ്ടതുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് പ്രീ കാർബൺ ഫിൽട്ടർ, പോസ്റ്റ് കാർബൺ ഫിൽട്ടർ, പിന്നെ അതുപോലെ തന്നെ സെഡിമെൻറ്റ് ഫിൽട്ടർ. ഇതും മൂന്നെണ്ണത്തിന് കാര്യമായിട്ട് വിലയില്ല. പക്ഷേ ഈ കാണുന്ന മെംബ്രെയിനാണ് ഇതിൻ്റെ ഹാർട്ട് ആയതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി വില കൂടുതലാണ്. ഈ മെംബ്രെയിൻ്റെ ട്യൂബ് നമുക്ക് മാറ്റേണ്ടതില്ല. ഇതിനകത്ത് വരുന്ന മെംബ്രെയിൻ മാത്രം നമുക്ക് മാറ്റിയാൽ മതിയാവും. അതായത് ഇതാണ് ഇതിൻ്റെ RO മെംബ്രെയിൻ. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, കുറേ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇത് പെൻഡെയറിൻ്റെ 75 GPD RO മെംബ്രെയിനാണ്. ഈ 75 GPD എന്ന് പറഞ്ഞാൽ 75 ഗാലൻസ് പെർ ഡേ, അതായത് ഒരു ദിവസം 75 ഗാലൻസ്, അതായത് 284 ലിറ്റേഴ്സ് പെർ ഡേ ഇത് പ്യൂരിഫൈ ചെയ്യും. സോ ഇതിൻ്റെ 75 80 മോഡലൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ്. ഏകദേശം സൈസും ലെങ്ത്തൊക്കെ സെയിം തന്നെയായിരിക്കും. പിന്നെ ഈ കാണുന്ന ഫിൽട്ടർ, ഇതിനെ പ്രീ ഫിൽട്ടർ എന്നാണ് പറയുക. ഈ സാധനം ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു സ്പൺ കാണാം. സ്പൺ എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഫിൽട്ടർ എന്ന് പറയും. ഈ സാധനം നമുക്ക് വെറുതെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഊരാൻ പറ്റും. ഊരിക്കഴിഞ്ഞതാ ഇതാണ് ഇതിൻ്റെ അകത്തെ അവസ്ഥ. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിലെ നല്ല കട്ടിയുള്ള ചെളി, അതേപോലെ വലിയ ഹാർഡ് പാർട്ടിക്കിൾസ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന
പാർട്ടിക്കിൾസിനൊക്കെ ഫിൽട്ടർ ചെയ്യുന്നത് ഇവൻ്റെ പണിയാണ്. പ്രീ ഫിൽറ്ററിലൂടെ കുറച്ച് ഫിൽട്ടർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻ വഴി വെള്ളം അകത്തേക്കുള്ള ബാക്കി പ്രോസസ്സിങ്ങിന് പോകും. പക്ഷേ ഇതിൽ ഔട്ട് കണ്ടില്ലേ, ഈ ഔട്ട് ഡ്രെയിൻ ചെയ്ത് കുറച്ച് വെള്ളം കളയാനാണ്. അതായത് ഫിൽട്ടർ ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഡ്രെയിനായി പോകും. അപ്പോൾ ഈ ഇൻ വഴി ഇതിലൂടെ വെള്ളം വന്ന് ഫസ്റ്റ് പോകുന്നത് ഈ സെഡിമെൻറ്റ് ഫിൽറ്ററിലേക്കാണ്. നേരത്തെ പ്രീ ഫിൽറ്ററിന് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾസൊക്കെ ഈ സെഡിമെൻറ്റ് ഫിൽറ്ററാണ് ഫിൽട്ടർ ചെയ്യുന്നത്. സെഡിമെൻറ്റ് ഫിൽട്ടർ കഴിഞ്ഞാൽ പിന്നെ ഫിൽട്ടർ ചെയ്യുന്നത് പ്രീ കാർബൺ ഫിൽറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ ഫിൽട്ടർ വെള്ളത്തിലെ മണം, ക്ലോറിൻ, വെള്ളത്തിലെ ഇരുമ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നത് പ്രീ കാർബൺ ഫിൽറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. വെള്ളത്തിലെ ക്ലോറിൻ്റെ കണ്ടൻറ്റ് പൂർണ്ണമായി നീക്കം ചെയ്തില്ലെങ്കിൽ RO മെംബ്രെയിൻ കേടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രീ കാർബൺ ഫിൽറ്റർ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലൊക്കെ ഫ്ലോ നമുക്ക് എഴുതിയിട്ടുണ്ടാവും കേട്ടോ, ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഔട്ട് ഏത് വഴിയാണ് ഫ്ലോ ചെയ്യുന്നതൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മാറി ഫിറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇതിൽ തന്നെ കുറേ മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ പ്രീ കാർബൺ ഫിൽറ്ററിന് ശേഷം പിന്നെ വെള്ളം പോകുന്നത് സോളിനോയിഡ് വാൽവ് വഴി ബൂസ്റ്റർ പമ്പ് വഴി ഈ കാണുന്ന RO മെംബ്രെയിൻ്റെ ഉള്ളിലേക്കാണ്. ഈ RO മെംബ്രെയിനാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫിൽട്ടറിങ് യൂണിറ്റ്. വെള്ളത്തിലെ TDS, ബാക്ടീരിയ, വൈറസ്, മെറ്റൽസിനൊക്കെ റിമൂവ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ RO മെംബ്രെയിനാണ്. അതിനുശേഷം ഈ പോസ്റ്റ് കാർബൺ ഫിൽറ്ററിലേക്കാണ് വെള്ളം പോകുക. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇതിൽ 2 ഔട്ട് ഉണ്ട്. ആ ഒരു ഔട്ട് ഫിൽട്ടർ ചെയ്ത കുറച്ച് മലിനജലം ഈ ഡ്രെയിൻ ഔട്ട് വഴി പുറത്തോട്ട് പോവുകയും ഫിൽട്ടർ ചെയ്ത നല്ല വെള്ളം അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് പോസ്റ്റ് കാർബൺ ഫിൽറ്ററിലേക്ക് പോവുകയും ചെയ്യും. ഒരു ഫൈനൽ ഫിൽട്രേഷൻ പ്രോസസ്സാണ് ഈ പോസ്റ്റ് കാർബൺ ഫിൽറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിനൊന്ന് പോളിഷ് ചെയ്യുകയും കുറച്ച് ടേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ടാങ്കിലേക്ക് കുടിക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് തരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ഫ്ലോ 450 എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്. ഇത് ഡ്രെയിൻ വെള്ളത്തിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഈ കാണുന്നതാണ് ഫ്ലോട്ട്. ഈ ഫ്ലോട്ടിൻ്റെ അറ്റത്താണ് ഫ്ലോട്ട് സ്വിച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ടാങ്കിലെ വെള്ളം നിറയുമ്പോൾ ഈ ഫ്ലോട്ട് സ്വിച്ച് ആക്ടിവേറ്റ് ആവുകയും അങ്ങനെ വെള്ളത്തിൻ്റെ ഫ്ലോ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ ഒരു ഉൾഭാഗം. ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അടുത്ത നിങ്ങൾക്കറിയില്ല, ഒരു ചെറിയ ടാപ്പ് ഉണ്ട്. നമുക്ക് വെള്ളം നമുക്ക് കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ പകർത്താനായിട്ട് ഒരു ചെറിയ ടാപ്പ്. പിന്നെ ഇതിൽ 4 ഇലക്ട്രോണിക്സ് പാർട്സ് ഉള്ളൂ. ഒരു SMPS, ഒരു ബൂസ്റ്റർ പമ്പ്, ഒരു സോളിനോയിഡ് വാൽവ്, പിന്നെ ഒരു ഫ്ലോട്ട് സ്വിച്ച്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു RO വാട്ടർ പ്യൂരിഫയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്നും. പിന്നെ ചില RO ഫിൽറ്ററുകൾ ചിലപ്പോൾ ഒരു കമ്പോണൻറ്റോ 2 കമ്പോണൻറ്റോ കൂടുതലുണ്ടാവും. പക്ഷേ നോർമലി ഇത്രയും കമ്പോണൻറ്റ്സ് വരാറുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ക്ലിപ്പുകളാണ്. ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നമുക്ക് വീണ്ടും തിരികെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാ സംശയങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയോ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാവുന്നതാണ്.